ഹലോ, ഞാൻ മഹേഷ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കമ്പ്യൂട്ടർ ട്രിക്കാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കുന്ന നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആൻഡ്രോയിഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനുള്ളതാണ്. അതിനെ നമുക്ക് ഒരു വെർച്വൽ ബോക്സ് സോഫ്റ്റ്വെയറും ആൻഡ്രോയിഡ് വോയിസിൻ്റെ ISO ഇമേജുമാണ് വേണ്ടത്. ഈ രണ്ട് സോഫ്റ്റ്വെയറും ഞാൻ ഈ വീഡിയോയുടെ വിവരണത്തിൽ ചേർത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുക. ഇതിൽ ന്യൂ എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെയിം കൊടുക്കുന്നു. നെയിം കിറ്റ്കാറ്റ് എന്ന് നെയിം കൊടുക്കുന്നു. ഇവിടെ ടൈപ്പ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് കിടക്കുന്നത്. മാറ്റി ലിനക്സ് ആക്കുക. താഴെ വേർഷൻ കാണും. വേർഷൻ ചേഞ്ച് ചെയ്ത് ലിനക്സ് അതർ ലിനക്സ് 32-bit നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് മെമ്മറി, നമ്മുടെ റാം മെമ്മറി എത്ര വേണമെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ 819 കൊടുത്തു. ഈ കാണുന്ന ചുമല വരയിൽ പോകരുത്, ഈ പച്ച വരയിൽ മാത്രമേ നിൽക്കാവുള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിയേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ മെമ്മറി അല്ല, നമ്മുടെ OSൻ്റെ മെമ്മറി യൂസ് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ 18 GB കൊടുത്തു. 18 GB ക്രിയേറ്റ് കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കിറ്റ്കാറ്റ് ഇവിടെ പവർ ഓഫായി കിടക്കുന്നത് കാണാം. സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. ഹോസ്റ്റ് ഡ്രൈവ്, ഇത് നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് വോയിസിൻ്റെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യണം. തുടർന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഇതിൽ നാലാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാൾ ആൻഡ്രോയിഡ് 8 ഹാർഡ് ഡിസ്ക് എന്ന ഓപ്ഷൻ കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഇത് ക്രിയേറ്റ് മോഡിഫൈ പാർട്ടീഷൻ, ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എൻ്റർ ചെയ്യുക. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ ന്യൂ എൻ്റർ ചെയ്യുക. ഇതിൽ പ്രൈമറി ഫസ്റ്റ് ഓപ്ഷൻ എൻ്റർ ചെയ്യുക. ഇത് സ്പേസ് ആണ്, എൻ്റർ ചെയ്യുക. ഇത് ലാസ്റ്റ് ഓപ്ഷൻ റൈറ്റ് എൻ്റർ ചെയ്യുക. ആർ യു ഷുവർ യു വാണ്ട് ടു റൈറ്റ് പാർട്ടീഷൻ ടേബിൾ ടു ഡിസ്ക്? യെസ് കൊടുക്കുക. യെസ് എന്ന്
കീബോർഡിൽ എഴുതി എൻ്റർ ചെയ്യുക. പ്രസ് യെസ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ ക്വിറ്റ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ, തുടർന്ന് വരുന്ന വിൻഡോയിൽ സെക്കൻഡ് ഓപ്ഷൻ ക്രിയേറ്റ് മോഡിഫൈ പാർട്ടീഷൻ എൻ്റർ ചെയ്യുക. ക്വിറ്റ് ചെയ്യുക. SDA1 ലിനക്സ് ഫസ്റ്റ് ഓപ്ഷൻ എൻ്റർ ചെയ്യുക. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ എക്സ്റ്റൻഷൻ 3 എന്നുള്ള ഓപ്ഷൻസ് എൻ്റർ ചെയ്യുക. യെസ് കൊടുക്കുക. ഫോർമാറ്റിംഗ് പാർട്ടീഷൻ യെസ് കൊടുക്കുക, യെസ് കൊടുക്കുക, യെസ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഡിവൈസിൽ ഒപ്റ്റിക്കൽ ഡ്രൈവ് സെലക്ട് ചെയ്ത് സെക്കൻഡ് ഓപ്ഷൻ ഹോസ്റ്റ് ഡ്രൈവ് എഫ് സെലക്ട് ചെയ്ത് വിടുക. ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ഡിവൈസ് ക്ലിക്ക് ചെയ്ത് ഫോഴ്സ് ഓൺ മോഡ് ഒപ്റ്റിക്കൽ ഡ്രൈവ് ഹോസ്റ്റ് ആയിട്ടുണ്ട്, ഹോസ്റ്റ് ഡ്രൈവ് എഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ വിൻഡോയിൽ റീബൂട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ആൻഡ്രോയിഡ് OS വർക്ക് ചെയ്യുന്നതായി കാണാം. ഇൻപുട്ടിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ മൗസ് ഇതിൽ വർക്ക് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് ലാംഗ്വേജ്. വൈഫൈ സ്കിപ്പ് ചെയ്യുക. നോ കൊടുക്കുക. നോട്ട് നൗ, മേക്ക് ഇറ്റ് ഗൂഗിൾ ലൊക്കേഷൻ. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് നെയിം,
നെക്സ്റ്റ് കൊടുക്കുക. ഗൂഗിൾ സർവീസ് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് OS ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.